ഒരുപക്ഷെ ഇതിനു മുമ്പ് ശ്രീ ബാലകൃഷ്ണ മേനൻ ദാമോദർ ഗ്രൂപ്പിലെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ദേവസ്വം നിർമ്മിച്ച ഒരു അഗ്രശാല, ആ അഗ്രശാലയുടെ ഒരു സാന്നിധ്യം എത്രമാത്രം വളർന്നു വന്ന തൃശ്ശൂരിൻ്റെ ഒരു പൗരസമൂഹത്തിന് അപര്യാപ്തതകൾ, അതും വളർച്ചയുടെ ഭാഗ്യമാണ്. ആ അപര്യാപ്തതകൾ മുഴുവൻ പരിഹരിച്ചുകൊണ്ട് അതവിടെ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുണ്ടായിരുന്ന 2 സ്ട്രക്ചറുകൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റിക്കൊണ്ടാണ് ഈ സൗധം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉപയോക്താക്കൾ ഏതൊക്കെ വിഭാഗത്തിൽപ്പെടുന്നവരാണെന്നുള്ളത് ഇനി കാലം തെളിയിക്കേണ്ടതാണ്. അവരുടെയൊക്കെ ജീവിതത്തിൽ ഇത് എത്ര വലിയ അനുഗ്രഹമായി ഈ സ്ഥാപനം നിലകൊള്ളും എന്നുള്ളതും കാലം തെളിയിക്കേണ്ടതാണ്. അത് വളരെ കൃത്യമായി ഒരു അങ്കലാപ്പുകൾക്കും ഒരു വിഷമതകൾക്കും ഒന്നും വഴിതെളിക്കാതെ എല്ലാവർക്കും വലിയൊരു ആശ്രയമായി ഈ സൗധം നിലനിൽക്കണമെന്ന പ്രാർത്ഥനയാണ് ഈ നിമിഷം എൻ്റെ നെഞ്ചകത്തുള്ളത്. വികസനത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരുപക്ഷെ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തെ സംബന്ധിച്ച് കുറേ കാലമായിട്ട് നിലനിൽക്കുന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് അതിപ്പോൾ വീണ്ടും ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് താക്കീത് കലർന്ന ഉത്തരവിലേക്കൊക്കെ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ ക്ഷേത്രീയ ആചാര അനുഷ്ഠാനം, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കലാപ്രവർത്തനങ്ങൾ, ഇതിൽ നിന്ന് കവിഞ്ഞു വരുന്ന ഒരുപക്ഷെ കലാകാരന്മാരുടെ സമൂഹമായാലും രാഷ്ട്രീയക്കാരുടെ സമൂഹമായാലും അവർക്കൊക്കെ ഒരുപക്ഷെ ഇനി അലഞ്ഞുതിരിഞ്ഞ് നടക്കാതെ ഓടിയെത്താൻ ഒരു വലിയ സൗകര്യം, ആ ആവശ്യങ്ങളുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിനൊരു ചെറുപ്പമുണ്ടാവാം. പക്ഷേ ഈ ഒരു സൗകര്യം ഒരുങ്ങിയിരിക്കുന്നത് വലിയ ഒരാശ്വാസം തന്നെയാണ് എന്നുകൂടി ദേവസ്വം ഈ സ്ഥാപനത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഓർത്തു വെച്ച് അമ്മയോട്, പാറമേക്കാവിൽ അമ്മയോട് നന്ദി പറയുന്നതിൽ നമ്മളെല്ലാം ദേവസ്വത്തോടൊപ്പം ഒത്തുചേരണമെന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇതേ കാഴ്ചപ്പാടോടെ, ഇതൊരു MP-യുടെ മീറ്റിംഗ് അല്ല, ഇതൊരു കേന്ദ്രമന്ത്രിയുടെ മീറ്റിംഗ് അല്ല, ഇത് രാഷ്ട്രീയക്കാരാണെങ്കിലും അവരെല്ലാം പങ്കുചേരുന്ന ഒരു രാഷ്ട്രീയ മേടയല്ലെങ്കിൽ പോലും തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ചില ന്യൂനതകൾ, ഒരുപക്ഷെ ഒരു വലിയ വേദിയാണ്, നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് പറയാനൊക്കത്തില്ല. അവകാശ സ്ഥാപനത്തിൻ്റെ പേരിൽ നമുക്ക് ചില വിലക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ആ പോരായ്മകൾ മുഴുവൻ നികത്തുന്ന തരത്തിലുള്ള ചില നിർമ്മാണ പ്രക്രിയകളും വികസന മുന്നേറ്റങ്ങളും തൃശ്ശൂരിൽ വരും ദിവസങ്ങളിൽ, വരും വർഷങ്ങളിൽ ഉണ്ടാവേണ്ടത് അനിവാര്യതയായി തന്നെ ഭീമാകാരനായി വളർന്നു വരും. അതിനുള്ള നല്ലൊരു തുടക്കം പാറമേക്കാവ് ദേവസ്വം സന്മനസ്സോടെ എന്ന് തന്നെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. സന്മനസ്സോടെ ജനങ്ങൾ നൽകിയ പണം കൃത്യമായി ജനങ്ങളുടെ ആവശ്യത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ സ്ഥാപിച്ചെങ്കിൽ നിങ്ങൾക്ക് വലിയ അഭിവാദ്യങ്ങളാണ് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട തൃശ്ശൂർക്കാരുടെ MP എന്ന നിലയ്ക്ക് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് നേരുന്നത്. ഈ കഴിഞ്ഞ 3 ആഴ്ചയ്ക്ക് മുമ്പ് തൃശ്ശൂരിലെ മേയറും ഡെപ്യൂട്ടി മേയറും പിന്നെ ചീഫ് എഞ്ചിനീയറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ആർക്കിടെക്ട്സ് ഒക്കെ ആയിട്ട് ചേർന്ന് വർഗീസേട്ടൻ ഇവിടെ മേയറായിട്ടിരിക്കുന്ന കാലം മുതൽ ആവശ്യപ്പെടുന്നതാണ് ശക്തൻ മാർക്കറ്റിൻ്റെ വെജിറ്റബിൾ, ഫ്ലവർ, ഫിഷ് ആൻഡ് മീറ്റ് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു വികസന രേഖ അത് രൂപപ്പെടുത്തി വെച്ചത് 2020-21 ആ DPR ഇന്നുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് പുതിയ മേയർ വന്നപ്പോൾ പുതിയ ഭരണത്തിന് കീഴിൽ ആ ഭരണത്തിനെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ ഒരു സർക്കാർ ഭരണം കൂടി വന്ന പശ്ചാത്തലത്തിൽ അഭ്യർത്ഥിച്ച് ഞങ്ങൾ എറണാകുളത്ത് ഒരു മീറ്റിംഗ്
കഴിഞ്ഞു. അതിൽ ടൂറിസം വകുപ്പിൽ നിന്ന് പൂർണ്ണമായും കടവുമല്ല, ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയിൽ നിന്ന് അവിടെ ഒരു സ്ഥാപനം ഉണ്ടാവുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ വിറ്റ് വരുമാനം കോർപ്പറേഷന് തന്നെ കിട്ടുന്ന തരത്തിൽ തിരിച്ചടവില്ലാത്ത ഒരു 200 കോടി വരെ പോകാവുന്ന ഒരു പദ്ധതിക്കുള്ള ഒരു പ്രപ്പോസൽ ആരാധ്യയായ മേയറുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉള്ളത് കൊണ്ട് അത് പുതുതായി അന്ന് ആ മീറ്റിങ്ങിൽ ശ്രീ രാജൻ പല്ലന് എത്തുവാൻ സാധിച്ചിട്ടുമില്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ജനസമക്ഷം തെரியപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഗഡു എന്ന് പറയുന്നത് 99 കോടിയായിരിക്കും. ഇതിനെ സംബന്ധിച്ച് പുതിയ ഒരു DPR നിർമ്മാണം പോലും ആവശ്യമില്ല. ഗോവയിലെ പൊർവോറിൻ ടൗൺ സെൻറ്റർ എങ്ങനെയാണോ വികസിപ്പിച്ചെടുത്ത് ഈ നവംബർ ഡിസംബർ മാസത്തിൽ ആരാധ്യനായ പ്രധാനമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്, അതേ സ്ട്രക്ചറിൻ്റെ കുറച്ചുകൂടി വിപുലമായ ഒരു ഡിസൈൻ മാത്രമേ നമുക്ക് സജ്ജമാക്കേണ്ടതുള്ളൂ. അപ്പോൾ ബഡ്ജറ്റും അതുപോലെ തന്നെ ആ പദ്ധതിക്ക് 134 കോടിയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു 20-30 കോടി അധികമാവുന്ന അവസ്ഥയിലായിരിക്കും അത് വിഭാവനം ചെയ്യപ്പെടുന്നത്. ഇത് സാധ്യമാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വെച്ചും ഞാൻ മേയറോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് മേയർക്ക് ഇതൊരു തലവേദനയാവരുത്, ഒരു പ്രഷറാവരുത്. പക്ഷേ ജനങ്ങൾ ഇത് നിങ്ങളുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി മേയറെ കൊണ്ടും കേരള സർക്കാരിനെ കൊണ്ടും ഇവിടുത്തെ MLA കൊണ്ടും പൂർണ്ണ പിന്തുണ. ഇതിൻ്റെ ഫയലിൽ ആദ്യം ഒപ്പിടേണ്ട ആൾ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, ഞാൻ ആ ഫയലിൽ ഒപ്പിട്ടിരിക്കും. പക്ഷേ ആ ഫയലായി എത്തേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 30 അത് പക്ഷേ ഒരിളവ് നൽകി ഒരു 15 ദിവസം അങ്ങോട്ട് തള്ളുന്ന കാര്യവും മിനിസ്ട്രിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും എന്തായാലും എല്ലാവരും അറിയണം. ഒപ്പം തന്നെ 2028 പണി പൂർത്തിയാക്കി വരാൻ പോകുന്ന റെയിൽവേ സ്റ്റേഷൻ സമുച്ചയം, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എയിംസിനെ സംബന്ധിച്ച് ഒരു ഇലക്ഷൻ പ്രചരണത്തിലും അങ്ങനെ ഒരു വാക്കേ ഉച്ചരിച്ചിട്ടില്ല. നിങ്ങൾക്ക് എല്ലാ പ്രസംഗങ്ങളും എടുത്തു നോക്കാം. എയിംസ് അതിനുശേഷം മാത്രമാണ് തൃശ്ശൂർ യോഗ്യമാണെന്ന് പറയുന്നത്. ആ പറയുന്ന സമൂഹത്തിൻ്റെ കൂടെ ഞാനുമുണ്ട്. അതിനും കേരള സർക്കാർ വിചാരിച്ചാൽ മാത്രമേ അത് തൃശ്ശൂർ വരൂ. അതിന് വേണ്ടുന്ന സ്ഥലം ഇന്നും ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് മറ്റത്തൂർ പഞ്ചായത്തിൽ ഏതാണ്ട് 400 ഏക്കർ കിടപ്പുണ്ട്, ലീസ് പീരിയഡ് കഴിഞ്ഞത്. നമുക്ക് ഉപയോഗശൂന്യം, ഉപയോഗപ്രദമല്ലാതെ എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൂടെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലം അല്ലാതെ തന്നെ മണ്ണുത്തിയിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പോലീസ് അക്കാഡമിയിലുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ സർക്കാർ വളരെയധികം ഒരു വിമുഖത കാണിച്ചിരുന്നു. അത് ഈ സർക്കാർ കാണിക്കാതിരിക്കട്ടെ. നമുക്ക് ഒത്തുചേർന്ന് കേന്ദ്ര സഹമന്ത്രിയും മേയറും ഇവിടുത്തെ MLA മാരും 7 MLA മാരും